ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. അതിന് തൊട്ട് തലേ ദിവസമാണ് ജൂൺ 25. അപ്പോൾ എന്തായാലും ലോകം ആ ഒരു ദിനം പ്രത്യേകമായി ആചരിക്കുന്ന ഘട്ടത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 7 കൊല്ലത്തിനിടയിൽ കൊച്ചിയിൽ നിന്നും മാത്രം പിടികൂടിയിട്ടുള്ള കൊക്കൈൻ്റെ അളവെന്ന് പറയുന്നത് 100 കോടി രൂപയുടെ കൊക്കൈനാണ്. അത് പല പല കേസുകളിലായി, ഏതാണ്ട് വളരെ കുറഞ്ഞ കേസുകളിലാണ് ഇത്തരത്തിൽ വലിയ തുകയുടെ കൂടിയ അളവിലുള്ള മയക്കുമരുന്ന് പിടികൂടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ കാര്യത്തിൽ പ്രധാനമായും പറയാനുള്ളത് ഇതാണ്. 2017 നവംബറിലാണ് ആദ്യമായി ഒരു വലിയ അളവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കൊക്കൈൻ പിടികൂടുന്നത്. ഏതാണ്ട് 25 കോടി രൂപയുടെ വില പതിക്കുന്ന കൊക്കൈനാണ് പിടികൂടിയത്. അതിന് പിന്നാലെ തൊട്ടടുത്ത മാസം തന്നെ 10 കോടി രൂപയുടെ കൊക്കൈൻ പിടികൂടുകയും ചെയ്തു. അതിങ്ങനെ തുടരെ ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമായിരുന്നു. 2018 കോടിക്കണക്കിന് രൂപയുടെ കൊക്കൈൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ചു. അതിൽ ഒരു വലിയ ഭാഗവും പിടിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. 2019 2021 സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് 30 കോടിയോളം രൂപ വില മതിക്കുന്ന കൊക്കൈൻ ഗുളികകൾ വിഴുങ്ങിയ നിലയിൽ ദമ്പതികളെയാണ് പിടികൂടിയത്. ദമ്പതികളിൽ ഒരാളെ വളരെ വേഗം തന്നെ അയാളിൽ നിന്നും ആ കൊക്കൈൻ എല്ലാം തന്നെ പുറത്തെടുത്ത് അതിൻ്റെ കണക്ക് രേഖപ്പെടുത്തി ഏതാണ്ട് 1900 ഗ്രാമിലധികം വരുന്ന കൊക്കൈനാണ് അയാളിൽ നിന്ന് മാത്രം പിടികൂടിയത്. ആ വനിത ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും അവരുടെ ശരീരത്തിനുള്ളിൽ നിന്നും ഇതുവരെ മുഴുവൻ കൊക്കൈനും പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള നടപടികൾ, ശ്രമങ്ങളൊക്കെ ഒരു വശത്തു കൂടി തുടരുന്ന സാഹചര്യം കൂടി. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് പല തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഇവിടെ ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണ്. ഒരു വലിയ മാഫിയ തന്നെ അതിന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം നമ്മളെല്ലാവരും ദിനംപ്രതി കാണുന്നതും അതനുസരിച്ചുള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ കൊക്കൈൻ അത് ഏറ്റവും കൂടുതലായി ഇത്തരത്തിൽ ഇറക്കപ്പെടുന്ന ഒരു സാഹചര്യം, അത് കൂടുതൽ വൻതോതിൽ വലിയ തുകയുടെ അളവിൽ ഇത്തരത്തിൽ കേരളത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പരിശോധന ഇത്രമേൽ കർശനമാക്കുന്ന ഒരു നടപടിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. കൊക്കൈൻ ഒരിക്കൽ ഉപയോഗിച്ചാൽ അത് കൃത്യമായും അതിനെ ആ വിഡ്രോവൽ സിൻഡ്രോം കൃത്യമായ രീതിയിൽ കാണിക്കും. അത്രമാത്രം ഈ ഉപയോഗിക്കുന്നയാളെ ഒറ്റത്തവണ ഉപയോഗത്തിൽ പോലും അടിമയാക്കുന്ന നിലയിലേക്ക് അതിന് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ മാരക ലഹരി മരുന്നിൻ്റെ മാരകമായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഈ കൊക്കൈൻ എന്ന് പറയുന്ന മയക്കുമരുന്നിൻ്റെ ഒരു ഗൗരവമുള്ള ഒരു വിഷയം. അത് പിടികൂടുമ്പോൾ ഇത്രമാത്രം ഗൗരവത്തോടു കൂടി ഈ വിഷയം കാണുകയും ചെയ്യുന്നു. എന്തായാലും പുതിയ തലമുറ വലിയ രീതിയിൽ ഇത്തരത്തിൽ രാസ ലഹരികൾക്ക് അടിമകളാകുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കണ്ടെത്തലുകൾ, പഠനങ്ങൾ, ഒപ്പം തന്നെ നമ്മൾ ദിനംപ്രതി കാണുന്ന ചില വാർത്തകളൊക്കെ തന്നെയും അത്തരത്തിൽ നമുക്ക് ബോധ്യം നൽകുന്ന ഒന്നാണ്. എന്തായാലും ലോകം ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കാനുള്ളത്.